ഗോഡ് സോൺ കൺട്രി എന്നറിയപ്പെടുന്ന കേരളത്തിൽ വിദേശികൾക്കുണ്ടാകുന്ന ദുരനുഭവങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. കൊച്ചി ബിനാലെ കലാകാരി കൂടിയായ വിദേശ വനിതയ്ക്കാണ് ദുരനുഭവമുണ്ടായത്. നവി മുംബൈ സ്വദേശിയായ സുമിത് എന്നയാൾക്കെതിരെ യുവതി ഇമെയിൽ മുഖാന്തരം SP-ക്ക് പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ ഫോർട്ട് കൊച്ചി പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചു. കൊച്ചി ബിനാലെ കലാകാരിയായ വിദേശ വനിതയ്ക്കെതിരെയാണ് ലൈംഗികാതിക്രമം ഉണ്ടായിട്ടുള്ളത്. തായ്വാൻ സ്വദേശിനിയായ വനിതയുടെ പരാതിയിൽ നവി മുംബൈ സ്വദേശിയായ സുമിത് എന്ന ആൾക്കെതിരെയാണ് നിലവിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. ഈ ബിനാലെ സമയത്ത് ഈ പെൺകുട്ടിയെ ഇയാൾ മദ്യപാനത്തിന് ക്ഷണിക്കുന്നു. എന്നാൽ ആ ക്ഷണം ഈ യുവതി നിരസിക്കുകയായിരുന്നു. തുടർന്ന് ആഡംബര കപ്പലിൽ തനിക്കൊപ്പം യാത്ര ചെയ്യണമെന്നൊരാവശ്യം ഇയാൾ പറയുന്നു. ഈ ക്ഷണം സ്വീകരിച്ച് ഈ യുവതി ഇയാൾക്കൊപ്പം ആഡംബര കപ്പലിൽ യാത്ര ചെയ്യുന്നു. ഇതിനിടയിലാണ് യുവതിക്കെതിരെ ഇയാൾ ലൈംഗികാതിക്രമം നടത്തുന്നത്. ഈ ലൈംഗികാതിക്രമം നടന്നതിന് ശേഷം ഈ യുവതി നാട്ടിലെത്തുന്നു. നാട്ടിലെത്തിയ ശേഷം SP-ക്ക് ഇമെയിൽ മുഖാന്തരം ഈ വനിത പരാതി നൽകുകയായിരുന്നു. ഇമെയിൽ ശ്രദ്ധയിൽപ്പെട്ട SP സംഭവവുമായി ബന്ധപ്പെട്ട് ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പരാതി കൈമാറുകയാണ്. നിലവിൽ ഫോർട്ട് കൊച്ചി പോലീസാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ഈ കേസിലെ പ്രതി ആരോപണം നേരിടുന്നയാൾ നവി മുംബൈ സ്വദേശിയാണ്. സുമിത് എന്നാണ് ഇയാളുടെ പേര്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഒരു കേസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. നിലവിൽ അതിൻ്റെ അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. ലൈംഗികാതിക്രമം ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകൾ ചേർത്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നിലവിൽ പുരോഗമിക്കുന്നത്. ഒരു വിദേശ വനിതയാണ്. അതോടൊപ്പം തന്നെ ബിനാലയിൽ നിരവധി വേദികളിൽ സജീവമായി ഉണ്ടായിരുന്ന ഒരു വനിത കൂടിയായ കലാകാരിക്കാണ് നമ്മുടെ കേരളത്തിൽ കൊച്ചിയിൽ ഇത്രയും ദാരുണമായ ഒരു അനുഭവം നേരിടേണ്ടി വന്നത്. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഫോർട്ട് കൊച്ചി പോലീസ് കേസെടുത്ത് അതിൻ്റെ അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. ഇയാൾക്ക് നോട്ടീസ് നൽകാനും അതോടൊപ്പം തന്നെ മറ്റു നിയമ നടപടികളെല്ലാം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് തുടർന്ന് വരികയാണ്. ഫോർട്ട് കൊച്ചി പോലീസാണ് സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പുരോഗമിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.